എല്ലാവർക്കും KTS ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ നാസിക്കിൽ എത്തിയതിന് ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാനോ അതിന് ബന്ധപ്പെട്ടുള്ളൊരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ലായിരുന്നു. കാരണം ചെറിയ ബിസി ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തില്ല, കംഫർട്ടബിൾ ആയിട്ടുണ്ട് ടൈമൊക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, ഇപ്പോൾ ദിവാലിൻ്റെ വെക്കേഷനൊക്കെ തുടങ്ങിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ ദിവാലിൻ്റെ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ദിവാലിൻ്റെ വെക്കേഷൻ പ്രമാണിച്ച് നമ്മൾ നാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ബെല്ലൈക്കൺ അമർത്തുക. സോ ഗൈസ്, നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ കാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4 അപ്പോൾ നമ്മൾ ട്രെയിൻ എന്ന് വെച്ചാൽ 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ ട്രാക്ക് ചെയ്തപ്പോൾ ഏകദേശം 3:30 എത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ടൈം. അപ്പോൾ ഇനി ട്രെയിൻ എത്തിയിട്ട് ബാക്കിയായിട്ട് കാണിക്കാം. അപ്പോൾ ടിൽ ദെൻ വ്യൂ ഓഫ് നാസിക് റോഡ്. അപ്പോൾ കാഴ്ച, ഇതാണ് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലുള്ള കാഴ്ചകൾ കേട്ടോ. ഇപ്പോൾ രാത്രി സമയം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 1-ന്റെ എത്താനായി. പിന്നെ അവിടെ ഇപ്പോൾ ചരക്ക് ട്രെയിൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ട്രെയിൻ ഇപ്പോൾ ഉള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 4 വരും എന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 4 ഇവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ഒരു കൂടുതൽ ആളുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം നൈറ്റ് സമയത്താണ് നമ്മളൊരു എന്താ പറയുക യാത്ര ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫസ്റ്റ് ടൈം നൈറ്റ് ടൈമിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അതുമാത്രമല്ല ഗൈസ്, ഇവിടെ നാസിക് റോഡിൽ ഇലക്ഷൻ ടൈം, ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാലുള്ള ഭയങ്കര പ്രൊസീജിയറും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിന് വന്നിട്ട് അതിനുള്ളിൽ കയറിയതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ ഒരു ട്രെയിൻ ഇതാ വരുന്നത് കേട്ടോ. ഇത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് വരുന്ന, ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. ഇതിനകത്ത് ആളേ ഇല്ലല്ലോ, ആള് ഭയങ്കര കമ്മിയാണല്ലേ. ട്രെയിന് ഭയങ്കര കാലിയാട്ടോ, ഭയങ്കര കാലിയാണ് ട്രെയിൻ മുഴുവൻ. ഉണ്ടോ, ഫുൾ കാലിയാണ്. AC കോച്ചിൽ നാളെ ഇല്ല. AC ഹോട്ട് ബഫറ്റ് കാർ മുഴുവൻ കാലിയാണല്ലോ. അയ്യവാ, ട്രാക്കിലൂടെ പൂച്ച എലികളൊക്കെ പോകുന്നുണ്ട്. അതാണ് ഇന്ത്യൻ റെയിൽവേയുടെ എന്താ പറയുക അച്ചീവ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ കുറേ പേര് നമ്മുടെ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരാരും വന്നിട്ടില്ല. ഇനിയുള്ള ഈ സ്റ്റേഷനിൽ നിന്ന് ഉള്ള ആളുകളുണ്ടോയെന്ന് അറിയില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയ സീറ്റ് നമ്പർ എന്ന് വെച്ചാൽ 3rd ബർത്തിലാണ്. എൻ്റെ അത് B451 ആണ് എൻ്റെ സീറ്റ് നമ്പർ. അത് 3rd ബർത്തിലേക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് സീറ്റിനോട് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് സീറ്റ് നമ്പർ ചേഞ്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതൊരു കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടിയാൽ അൽഹംദുലില്ലാ സോൾഡാണ്. അപ്പോൾ ഇത് ട്രെയിൻ നമ്പർ 1516657 എന്ന ട്രെയിനാട്ടോ. കോലാലംപൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. കോലാലംപൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2 ടയർ AC ആണ് ഗൈസ്. ഇത് 2 ടയർ AC. അപ്പോൾ ഇതും ആളുകളെ കയറ്റി പോകാൻ തുടങ്ങുകയാണ്.
അപ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിൻ വന്നിട്ട് കാണാം. ഇതാണ് ഗായ്സ് നമ്മളുടെ ട്രെയിൻ കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് തിരിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രെയിൻ, മംഗൾദ്വീപ് എക്സ്പ്രസ്. ഇന്നത്തെ ലേറ്റാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ലേറ്റായി. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കിയാൽ കാണിക്കാം. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ ടൈം എന്ന് വെച്ചാൽ ഭയങ്കര ലേറ്റായിരുന്നു, ഏകദേശം 4 മണിൻ്റെ അടുത്തായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ പുറപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ട്രെയിൻ ജേണി അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. കൂടാകൂടി ഇരുട്ടാണ്. അതേപോലെ ഞാനിപ്പോൾ ഇരിക്കുന്നത് സിംഗിൾ സീറ്റിലാണ്. എൻ്റെ സീറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പർ ബർത്തിലാണ്. അപ്പോൾ അവിടെ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടേക്ക് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആളിനി കല്യാൺ ജംഗ്ഷനിൽ കയറും. ആൾ റിക്വസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ കൺഫേം ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് പേ ഫോർ ഇറ്റ്. അവിടെ ഇവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വ്യൂ എല്ലാം കിട്ടും, എല്ലാ കാര്യങ്ങളും എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലോങ് ട്രെയിൻ ജേർണി വീഡിയോ നമുക്ക് നല്ലൊരു മെമ്മറബിൾ വീഡിയോ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് കൂടെ തന്നെ ഇരിക്കുക. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഇന്നലെ മുതലൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയ ശേഷം കണ്ണു മുതൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചിട്ടൊന്ന് ഉറങ്ങട്ടെ. അതിനുശേഷം കുറച്ചൊന്ന് നേരം എടുത്തിട്ട്, അതായത് എനിക്കും ഫ്രഷ് ആയിരുന്നു, എൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡി ആയതിന് ശേഷം ഞാൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാം. സോ ട്രെയിനിലുള്ള കാഴ്ചയിലേക്ക്. ഇത് 3 ടയർ AC കേട്ടോ, 3 ബർത്തുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത് എന്ന് വെച്ചാൽ ഇതാണ്, ഈ കാണുന്നതാണ് എൻ്റെ ബർത്ത്. 51, സീറ്റ് നമ്പർ 51 ആണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഓൾറെഡി മോർണിംഗ് ആയല്ലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്ക് ഗുഡ് നൈറ്റാണ്, കാരണം ഉറങ്ങിയിട്ടില്ല, ഉറങ്ങട്ടെ. അപ്പോൾ നേരം വെളുത്തിട്ട് കാണാം. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയി. അപ്പോൾ ഏകദേശം 73 സ്പീഡിൽ ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ
നാസ്റ്റിക്ക് നമ്മളങ്ങനെ പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ മുകളിലായി. ഈ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ട്രെയിനിൽ കൂടെ കടലമുട്ടായി വാങ്ങിക്കുകയാണ്. മുട്ടായി 10 രൂപയുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ജേണി പകലിലുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ എൻ്റെ കാണാം. ബിക്കോസ് മോർ തിങ്സ് ആർ കമ്മിങ്. സോ ഉള്ള കാഴ്ചയിലേക്ക് നിങ്ങൾ കണ്ടോളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ഓംപ്ലേറ്റ്, ഇന്ത്യൻ ഡയറിയുടെ ബ്രെഡ് ഓംപ്ലേറ്റ് കേട്ടോ. ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഇതാണ് സംഭവം. ഇപ്പോൾ ഒരു സോസ് ഉണ്ട് ഇവിടെ, പിന്നെ ബ്രെഡ് ഒക്കെ ഇതാ ഓംപ്ലേറ്റ്. ഇങ്ങനെയാണ് സാധനം. ഇപ്പോൾ സംഭവം കഴിച്ചതിന് ശേഷം അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പൻവേലിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പൻവേലിലായിരുന്നു നമ്മൾ ട്രെയിൻ 1/2 മണിക്കൂറോളം പിടിച്ചിരുന്നത്. അപ്പോൾ പൻവേലിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, അത് നിങ്ങളോട് കുറച്ച് നേരത്തിൽ പങ്കുവെക്കാം. ഞാൻ ഈ വർഷം തന്നെ പൻവേലിന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. നേതാജി എക്സ്പ്രസ്സിനായിരുന്നു. അവിടുന്ന് എന്താ വെച്ചാൽ നാട്ടിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ട്രെയിനായിരുന്നു. അപ്പോൾ നാസിക്കിൽ നിന്ന് പൻവേലിൽ നിന്ന് ബസ് പിടിച്ച് വന്നിട്ട് അവിടെ എത്തിയപ്പോഴായിരുന്നു ട്രെയിൻ ക്യാൻസലാണ്. അപ്പോൾ വല്ലാത്തൊരു മൈൻഡിലായി പോയി. കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ട്രെയിൻ ക്യാൻസലാണ്. കാരണം അവിടെ റിപ്പോർട്ട് കാരണം എല്ലാ ട്രെയിൻ ക്യാൻസലാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻഡ് ഓഫ് സ്റ്റോറി ആയി. പക്ഷേ പ്ലാൻ ബി ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ച് നേരെ മുംബൈ ടെർമിനൽ 1 പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് കൊടുത്തിട്ട് നേരെ കോയമ്പത്തൂർ അവിടെ കംപ്ലീറ്റ് ഔട്ടുണ്ടായി. കാരണം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട്. ഇപ്പോൾ ഈ ട്രെയിൻ നമ്മൾ കുറേ ദൂരത്തുനിന്ന് ബസ് പിടിച്ചാണെങ്കിൽ എവിടെ നിന്നെങ്കിലും നമ്മൾ ദൂരെ പിടിച്ച് വന്നിട്ട് കൊണ്ട് പിന്നെ ട്രെയിൻ ക്യാൻസലാണെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇടങ്ങാറാണ്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ടണലിപ്പോൾ ക്രോസ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഒരു പ്രൈവസിക്ക് വേണ്ടി ഒരു വൈറ്റ് ഷീറ്റ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രൈവസി സൂട്ടബിൾ ആയിട്ടുണ്ട്. എൻ്റെ ബെഡ് മാത്രം കൺസിസ്റ്റൻ്റ് ആണ്. ഇവിടെ എൻ്റെ ഒരു പില്ലോ ഉണ്ട്, ബെഡ്ഷീറ്റ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ എന്താ പറയുക, എൻ്റെ പുതുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഇവിടെ ഉണ്ട് പില്ലോ, പിന്നെ എൻ്റെ ബാഗ് ഇവിടെ, ഒരു ബാഗ് താഴെ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മളെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. നല്ലൊരു ഒരു ജേണി ആയിരുന്നു. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു വല്ലാത്തൊരു തന്നെ. അപ്പോൾ ഗൈസ്, എന്താ പറയുക, ഉറക്കം തീരെ ശരിയായിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് നേരത്തെ ഒരു ഉറക്കം കഴിഞ്ഞ ശേഷം പണിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ഇവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ക്രോസ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഈ ഏരിയയിൽ കൂടെ വേറെ ട്രെയിൻ പോകുന്നുണ്ട്. അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം 1/2 മണിക്കൂറിൻ്റെ മുകളിലായി ഇപ്പോൾ ട്രെയിൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ട്രെയിന് വേണ്ടി കാത്തിരിക്കണം എല്ലാവരും. ഇവിടെ കണ്ടമാനം ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ട്രാക്കിൽ ഫുള്ളും ആളുകളാണ്. ഞാനും ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. കാരണം പെട്ടെന്ന് ട്രെയിൻ വന്നാൽ എന്ത് ചെയ്യും? സോ ഇറ്റ്സ് ഗോയിങ് ബി എ പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നല്ല മനോഹരമായ നമ്മളെ ഇന്ത്യയുടെ സ്ഥലം. ഇത് ഏത് കാലത്തെ ട്രെയിനാണെന്ന് നിങ്ങളൊന്ന് പണ്ട് പറയാം. ഇത് ഇന്ത്യൻ റെയിൽവേൻ്റെ ട്രെയിൻ തന്നെയാണോ? ട്രാക്ക് കണ്ട ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ട്രെയിൻ കാണുന്നത്. എന്ത് ട്രെയിനാണാവോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നാസിക് ടു എറണാകുളം ജംഗ്ഷൻ റൂട്ട് പോകുന്ന ട്രാക്കിലുള്ള വ്യൂ പോയിൻറ്റുകൾ കണ്ടോളൂ. സത്യം പറഞ്ഞാൽ ഈ റെയിൽവേ ടൈമിലുള്ള യാത്ര അപ്പോഴുള്ള ഏരിയകൾ, കാരണം കാട്ടുകൂടെയുള്ള ടണൽ കൂടെയുള്ള യാത്രയും കുറച്ച് നല്ലൊരു കുറുകുന്ന വൈബാണ്. ട്രാക്ക് കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇത് നോക്കിയേ, എന്തൊരു ഹൈറ്റ് അറിയോ?
ഏകദേശം ഒരു 5 അടി ഉണ്ടാവും ഹട്ട്. അത്രയും സ്റ്റെപ്സാണ് കേട്ടോ. ഈ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങാൻ. പിന്നെ ഭയങ്കര ചൂടുമാണ്, വെറുതെ ചൂട് കൊണ്ടുകൊണ്ട് ഇതാക്കണ്ട. പിന്നെ സത്യം പറയാലോ, B4 കോച്ചാണ്, തീരെ തണുപ്പ് പോലും അവസ്ഥ. എല്ലാവരും വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കൽ തുടങ്ങി. അടിഞ്ഞ വെയിൽ നമുക്ക് നമ്മൾ ട്രെയിനിന്റെ നടുവിലാട്ടോ. ട്രെയിനിന്റെ നടുവിലാണ് ഞാൻ. ട്രെയിനിന്റെ നടുവില് അപ്പൊ നമുക്ക് ട്രെയിനിനുള്ളിൽ കയറാനായി. നമ്മളെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് 2 ട്രെയിനിൻ്റെ അടികളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. കാരണം അത് ആ ട്രെയിൻ എന്ന് വെച്ചാൽ WTTC രജിസ്ട്രേഷനുള്ള ട്രെയിനിൻ്റെ കാടി വാപ്പയുണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 ട്രെയിനിൻ്റെ അടിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ചെക്ക് പോയിന്റിലേക്ക്, അതായത് അടുത്ത ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അവിടെ നമ്മൾ നിൽക്കും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ചപ്പാത്തി കഴിച്ചു. ഒരു ഫാമിലി, വേറൊരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അവിടുന്ന് ചപ്പാത്തി വാങ്ങി, ചപ്പാത്തിയും മുട്ട പൊങ്ങിയതും കഴിച്ച്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇനി ഡിന്നറ് ഇൻഷാല്ലാ നോക്കണം. കാരണം ഇൻ്റർവ്യൂവിൻ്റെ ഫുഡ് അറിയാലോ, പറ്റ പോക്കാണ്. പിന്നെ ഈ ട്രെയിനിൻ്റെ B4 കോച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് AC എന്ന് വെച്ചാൽ ഭയങ്കര കമ്മിയാണ്. അതേപോലെ തന്നെ തീരെ കംഫർട്ടല്ല, ഭയങ്കര കൺസിസ്റ്റൻ്റാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നല്ല കാര്യം എന്ന് വെച്ചാൽ ആളുകളില്ല, ആളുകൾ കമ്മിയാണ്. നമ്മളിപ്പോൾ ബാക്കോ റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് ഇൻ്റർമേഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ള റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ അകത്തുനിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. അപ്പോൾ ഇനി ഇവിടെ നിർത്തുമെന്ന് നോക്കട്ടെ. ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ആ കാണുന്ന ആ വെയിറ്റിംഗ് ലിസ്റ്റ് ഏരിയ പോയി കുറച്ച് നേരം ഇരിക്കണം. ട്രെയിനിൽ നിന്നിരിക്കുകയാണ്. നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ മാതിരി ട്രെയിൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു പുറത്തുനിന്നൊരു പുറത്തിറങ്ങാനുള്ള ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങും. അപ്പോൾ ആ വ്യൂ എടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ കുറച്ച് നേരം ഇവിടെ ഗേറ്റിൻ്റെ മുന്നിൽ ഡോറിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ രാത്രി ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ ജേർണിയുടെ 2ാമത്തെ രാത്രിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഗോവയിലേക്ക് മഡോ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ കേരള ബോർഡിലേക്ക് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമ്മളങ്ങനെ കേരള ബോർഡിലേക്ക് കിടക്കും. അപ്പോൾ മഡോ ജംഗ്ഷനിൽ കുറച്ച് നേരം സമയം നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയുള്ള ഏരിയയിൽ നിന്ന് ചുറ്റിക്കറങ്ങാം. ചുറ്റിക്കറങ്ങുന്നത് വെച്ചാൽ ഫുൾ ഏരിയ കാണലില്ല കേട്ടോ, ജസ്റ്റ് ഒരു 5 minutes അത് മാത്രം. ആൻഡ് എൻജോയ് ദ വ്യൂ. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഗോവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗോവയിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനുണ്ടോ. അപ്പോൾ ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് 100 രൂപയുടെ സാധനം കോംബോ ആണ്. 2 സമൂസ, 3 പൊറോട്ട, ഒരു മുട്ടക്കറി. ഇത് എന്ത് കോമ്പിനേഷനാണെന്ന്. സാധാരണ ഇത് ഓർഡർ പോകുകയാണെങ്കിൽ 3 പൊറോട്ട മുട്ടക്കറി സാധാരണ ആളുകൾ ഓർഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇപ്പോൾ 2 സമൂസ, ആലു സമൂസ എങ്ങനെയാണെന്നാണ് ഇത് പിടികിടുന്നില്ല. ഈ കോമ്പിനേഷൻ ഇങ്ങനെ ഉണ്ടാവും. ട്രൈ ചെയ്തിട്ട് പറയാം. അപ്പോൾ ഫോക്സ് അങ്ങനെ ഫുഡ്
ഫുഡ് കഴിച്ചു. നമ്മൾ ട്രെയിൻ അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മംഗലാപുരം ലക്ഷ്യമാക്കി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 4-5 മണിയാകുമ്പോൾ എത്തുമെന്നാണ് നമ്മളെ ഈ ട്രെയിൻ ട്രാക്ക് ചെയ്തപ്പോൾ കണ്ടത്. എന്നാൽ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വെച്ച് ഇവിടെ ഇല്ലാത്ത കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ 2 സമൂസ, ഒരു 3 പൊറോട്ട, കറി. എവിടെ ഇല്ലാത്ത കോമ്പിനേഷൻ ആദ്യമായിട്ട് കാണേണ്ടത്. തീരെ കൊള്ളത്തില്ല. മുട്ട മാത്രം ഓക്കെ, ബാക്കിയെല്ലാം. പക്ഷെ എന്നാലും ഓവറോൾ കൊടുക്കുകയാണെങ്കിൽ 10-ൽ 2 മാർക്കേ കൊടുക്കുള്ളൂ. സോ എൻ്റെ ഇതിൽ നോട്ട് ഗുഡ്. അപ്പോൾ കാഴ്ച നമ്മളങ്ങനെ അങ്കോള റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ സമയം ഏകദേശം 9 മണിൻ്റെ അടുത്തെത്താനായി. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് ഇനി എത്തിച്ചേരാൻ ഏകദേശം 8 മണിക്കൂറോളം യാത്രയുള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രാക്കർ നോക്കിയപ്പോൾ ഏകദേശം ഓൺ ടൈമിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഉറങ്ങാനുള്ള ടൈം കൂടി ആയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ വെറുതൊക്കെ ഡൗണിലേക്ക് ആക്കിയപ്പോൾ നമുക്ക് കിടക്കാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഉറങ്ങാൻ ടൈമില്ല. കാരണം നമുക്ക് പുലർച്ചെ 4:30 നമ്മൾ ട്രെയിൻ എത്തുക എന്ന ഓൺ ടൈം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എത്തുമ്പോൾ നമുക്ക് ഇറങ്ങി വേണം. അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ എറണാകുളം എത്തിയിട്ട് വരും. അപ്പോൾ അതിനുള്ളത് ഇതൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ ടൈമായി. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ബാക്കിയാരെ കാണിക്കും. അപ്പോൾ അതുവരെ വീഡിയോ എൻ്റെ കാണാം. പിന്നെ നമുക്ക് ഇനിയുള്ള കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നാണ്. കാരണം 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ എത്തിച്ചേരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, നാട്ടിലെത്തിയ ഉടനെ ദിവസങ്ങൾ എണ്ണാനും പോയി നാട്ടിലേക്ക് തിരിച്ച് നാസിക്കിലേക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ നമ്മളെ നാട്ടിലെത്തിയിട്ട് ബാക്കി ആരെ കാണിക്കാം. സോ വീഡിയോ എൻ്റെ കാണാം. ചൂടും സഫിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഉറങ്ങാനോ കഴിഞ്ഞില്ല. പുറത്തുള്ള ആ കോറിഡോറിലെ ഏരിയയിൽ നമ്മൾ ഡോർ തുറന്നിച്ചപ്പോൾ കുറച്ചുകൂടി ഒരു അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഫൈനൽ നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ ഫൈനൽ നമ്മൾ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും എന്തില്ല നമ്മളങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും തന്നെ നാസിക്കുന്ന ഒരിക്കലും റിട്ടേൺ ടിക്കറ്റ് എടുത്ത് അങ്ങനെ നാട്ടിലേക്ക് പോരില്ല. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വേറൊരു ഏരിയ കൂടെ നമുക്ക് നാട്ടിലേക്ക് വരാനുള്ള വഴി ഉണ്ടെങ്കിൽ നമുക്ക് അത് ത്രൂ നമ്മൾ നാട്ടിലേക്ക് വരുന്നതായിരിക്കും. എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ആണ് ചാനൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ബെല്ലൈക്കൺ അമർത്തുക. സോ ഗൈസ് നമുക്ക് ഇതേപോലെ തന്നെ കിടലക്കണ്ട നമ്മൾ വീണ്ടും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.